കലയും മതവും സമാന്തര രേഖകളായി അനന്തതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൽ അവ കണ്ടുമുട്ടുന്നതുവരെ. ചലച്ചിത്ര കല ഒരു വിസ്മയകലയാണ്. ദ സെവൻത് ആർട്ട് എന്ന് വിളിക്കപ്പെടുന്ന വിസ്മയകല. ദൈവാന്വേഷണം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം തിരയലുമാണ് എല്ലാ കലാകാരന്മാരുടെയും പ്രത്യേകത. സിനിമ എന്ന അനന്ത പ്രപഞ്ചവും ഇത്തരം ദൈവശാസ്ത്ര ദർശനങ്ങളാൽ സമ്പന്നമാണ്. അത്തരം വലിയ ദർശനങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത അതുല്യനായ ഒരു ചലച്ചിത്രകാരനാണ് റോബെ ബ്രസോൺ എന്ന ഫ്രഞ്ച് ചലച്ചിത്രകാരൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ചിത്രങ്ങളിൽ ഒന്നാണ് ദ ട്രയൽ ഓഫ് ജോവാൻ ഓഫ് ആർക്ക്. Mon nom est Jeanne, j'ai 19 ans. Jurez de dire la vérité. Je le jure. ആ സിനിമയിലേക്ക് നമ്മൾ ഇന്നത്തെ നമ്മുടെ ചർച്ച നയിക്കുന്നു. ജോവാന ഫാർക്കിൻ്റെ ഓർമ്മ ദിനമായിരുന്നു മെയ് 30 1412 ഫ്രാൻസിലെ ഡൊറമിയിൽ ജനിച്ച ഒരു കർഷക കന്യക. അവളുടെ ദൈവാന്വേഷണം, അവൾ കേട്ട ദൈവത്തിൻ്റെ സ്വരമാണ് അവളെ നയിച്ചുകൊണ്ടിരുന്നത്. ഫ്രാൻസിൻ്റെ വിമോചനത്തിന് വേണ്ടി ഒരു കന്യക ഉണ്ടാവുമെന്ന അവരുടെ സങ്കല്പങ്ങളിലേക്ക് ജോവാന ഫാർക്ക് പെട്ടെന്ന് വളരുകയായിരുന്നു. വിശുദ്ധരായ 3 വ്യക്തികളുടെ സ്വരം ദേവാലയത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ അകമ്പടിയോടെ അവൾ കേട്ടു എന്ന് അവൾ വിശ്വസിച്ചു. അത് അവളെ ഫ്രാൻസിൻ്റെ വിമോചനത്തിന് സ്വയം വിട്ടു നൽകുന്നതിന് പ്രേരിപ്പിച്ചു. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള 100 വർഷ യുദ്ധകാലത്തിലാണ് അവൾ ജീവിച്ചത്. 1425 ഡോറമി ഇംഗ്ലണ്ടുകാർ തകർത്തു. 28 ജോവാൻ്റെ കുടുംബവും അവർ നശിപ്പിച്ചു കളഞ്ഞു. ഈ ജോവാൻ ഓഫ് ആർക്ക് ഇന്ന് വിശുദ്ധയാണ്. ലോകമാകെ വണങ്ങപ്പെടുന്ന വിശുദ്ധ ജോവാൻ ഓഫ് ആർക്കാണ്. എന്നാൽ ഈ ജോവാൻ്റെ ജീവിതം 2 ഗംഭീരമായ ചലച്ചിത്രങ്ങളായി നമുക്ക് ലോകത്തിനു മുൻപിൽ ലഭിച്ചിട്ടുണ്ട്. ട്രാൻസെൻഡൻ്റൽ സിനിമാ സങ്കല്പങ്ങളിലേക്ക് ഉയർന്നു നിൽക്കുന്ന കാൾ ഡ്രയറിൻ്റെയും റോബെ ബ്രസോണിൻ്റെയും സിനിമകൾ. ഒന്ന് പാഷൻ ഓഫ് ജോവാൻ ഓഫ് ആർക്ക് എന്ന ഡ്രയർ സിനിമ, മറ്റൊന്ന് ട്രയൽ ഓഫ് ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്ന ബ്രസോൺ സിനിമ. ഫ്രഞ്ച് ജനത ഏറ്റവും ആദരവോടെ കാണുന്ന, ആരാധിക്കുന്ന അവരുടെ ജനതയുടെ പേട്രനാണെന്ന് ജോവാൻ ഓഫ് ആർക്ക് എന്ന കന്യക. അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച 2 ചലച്ചിത്ര ഭാഷ്യങ്ങളിൽ എടുത്തു പറയേണ്ടതാണ് കാൾ ഡ്രയറിൻ്റെ പാഷൻ ഓഫ് ജോവാൻ ഓഫ് ആർക്കും അതുപോലെ തന്നെ റോബർട്ട് ബ്രസോണിൻ്റെ ദ ട്രയൽ ഓഫ് ജോവാൻ ഓഫ് ആർക്ക് എന്ന സിനിമയും. ട്രാൻസെൻഡൻ്റൽ സിനിമ എന്ന സങ്കല്പത്തിൽ ഏറെ ആദരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന 2 സിനിമകൾ. ഈ 2 സിനിമകളെക്കുറിച്ചും ഇന്ന് നാം ചിന്തിക്കുന്നു. ഏറ്റവും പ്രത്യേകമായി റോബെ ബ്രസോൺ നിർമ്മിച്ച ദ ട്രയൽ ഓഫ് ജോവാൻ ഓഫ് ആർക്ക് എന്ന ജോവാൻ്റെ വിചാരണ നടപടികളിലൂടെ ജോവാനെ ഒരു വിശുദ്ധയായി പുനഃപ്രതിഷ്ഠിക്കുന്ന റോബെ ബ്രസോണിൻ്റെ അതിസുന്ദരമായ ചലച്ചിത്ര ഭാഷ്യത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാം. ജോവാൻ്റെ ജീവിതം ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള 100 വർഷക്കാലത്തെ യുദ്ധത്തിൻ്റെ കാലയളവിലാണ് അവൾ അവിടെ ജീവിക്കുന്നത്. ആഭ്യന്തര യുദ്ധം കൊണ്ട് ഇറ്റലിയും സംഘർഷഭരിതമായിരുന്ന ഒരു കാലം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് റോമൻ കത്തോലിക്ക സഭയെ സംബന്ധിച്ചോളം അവിഞ്ഞോൺ പ്രവാസത്തിൻ്റെ കാലഘട്ടം, 3 പാപ്പാമാർ പോലും ഒരേ കാലഘട്ടത്തിലുണ്ടായ ഏറ്റവും സംഘർഷഭരിതമായ ഒരു കാലഘട്ടം. അവിടെയാണ് ജോവാൻ ഏറെ പ്രത്യേകതയോടെ ഫ്രഞ്ച് ജനതയുടെ വിമോചനത്തിനായി ഉയർത്തെഴുന്നേൽക്കുന്നത്. ജോവാന് 12 വയസ്സുള്ളപ്പോഴാണ് ഒരു സ്വരം അവളെ അസാധാരണമായ ജീവിതം തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത്. വിശുദ്ധ കാതറിൻ്റെയും മാർഗരറ്റിൻ്റെയും മൈക്കിളിൻ്റെയും സ്വരമാണെന്ന് പിന്നീട് അവൾ തിരിച്ചറിയുന്നുണ്ട്. ഒരു കന്യക ഫ്രാൻസിനെ മോചിപ്പിക്കും എന്ന വിശ്വാസം ഫ്രഞ്ച് ജനതയിൽ ശക്തമായിരുന്ന കാലഘട്ടം. ആ നിയോഗം ജോവാൻ ഏറ്റെടുക്കുന്നത് വെളിപാടിലൂടെ അവൾ യുദ്ധത്തിന് വാൾ കണ്ടെത്തുന്നതോടെയാണ്. ഷാൻ ല പ്യുസെല്ലെ ജോവാൻ എന്ന കന്യക എന്നവൾ വിളിക്കപ്പെട്ടു. 1429 ഓർലീൻസിലേക്ക് അവൾ സ്വീകരണം ഏറ്റുവാങ്ങി. പക്ഷേ ഇംഗ്ലീഷുകാർ 1430 അവളെ തടവിലാക്കി. ജോവാൻ കന്യകയല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് ഇംഗ്ലീഷുകാരുടെ ശ്രമം മുഴുവൻ. ചലച്ചിത്രത്തിൽ അത് വളരെ വ്യക്തമാണ്. തടങ്കലിൽ നിന്ന് വിചാരണ വേളയിലേക്കും വിചാരണ കോടതിയിൽ നിന്ന് തടവറയിലേക്കുമുള്ള അവളുടെ സഞ്ചാരം, ഒളിഞ്ഞു നോട്ടക്കാരായി എത്തുന്ന ഭടന്മാർ, ഇങ്ങനെ നിരവധി സംഘർഷഭരിതമായ രംഗങ്ങളിലൂടെയാണ് ബ്രസോൺ ആ ചലച്ചിത്ര ഭാഷ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഒരു ദൂതനെ പോലെ, ദൈവത്തിനും മനുഷ്യനും മധ്യേ നിന്ന ഒരു മാലാഖയെപ്പോലെ ജോവാൻ സധൈര്യമേറ്റു പറയുന്നുണ്ട് അവൾ ഒരു കന്യകയാണെന്ന്. ഒടുവിൽ ഒരു മരക്കുറ്റിയിൽ അഗ്നിക്കിരയാകുമ്പോൾ അവസാന ആഗ്രഹമായി അവൾ പറയുന്നത് ഒന്ന് മാത്രം: ഞാൻ വെന്ത് വെണ്ണീറാകുമ്പോൾ എൻ്റെ കാഴ്ച എത്തുന്നിടത്ത് ഒരു കുരിശ് ആരെങ്കിലും ഉയർത്തിപ്പിടിച്ച് നിർത്തണം. ഈ ഒരൊറ്റ ആഗ്രഹം മാത്രമാണ് അവൾ അവസാന നിമിഷവും പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധയാക്കപ്പെട്ട
വാഴ്ത്തപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ച ഒരു വിശുദ്ധ ജീവിതത്തിന് ഉടമയായ ജോവാൻ ഓഫ് ആർക്കിനെ ആ വിശുദ്ധിയിലേക്ക് പുനഃപ്രതിഷ്ഠിക്കുക എന്ന ദൗത്യമാണ് ബ്രസോൺ സിനിമയുടെ തന്നെ ഉദ്ദേശം. 1452 ജോവാൻ്റെ വിചാരണ പുനരന്വേഷണം നടത്തണമെന്ന് പാപ്പ ആവശ്യപ്പെട്ടു. 1456 ആദ്യ വിചാരണ തെറ്റാണെന്ന് വിധിച്ചു. 1869 നാമകരണ നടപടികൾ തുടങ്ങുകയും 1920 ജോവാൻ വിശുദ്ധ ജോവാനായി നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. ജോവാൻ ഓഫ് ആർക്ക് എന്ന ട്രാൻസെൻഡൻ്റൽ സിനിമയുടെ പ്രത്യേകതകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഇമേജുകൾ അപ്രത്യക്ഷമാക്കുന്നതിലൂടെ അതുവരെ കണ്ടു നിന്ന ഇമേജുകളുടെ അപ്പുറത്തേക്ക് അനന്തമായൊരു സാധ്യത തുറന്നിടുന്ന അതിസുന്ദരമായ ചലച്ചിത്ര ഭാഷ്യത്തിൻ്റെ രചയിതാവാണ് റോബെ ബ്രസോൺ. ഡയറി ഓഫ് ദ കൺട്രി പ്രീസ്റ്റ് എന്ന സിനിമയിൽ അത് വളരെ രസകരമായി അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ സിനിമയുടെ ഏറ്റവും അവസാനത്തെ രംഗത്തിലേക്ക് എത്തുമ്പോൾ തിരശീലയിൽ ഒരു കറുപ്പും വെളുപ്പും ഇടകലർന്ന കുരിശിൻ്റെ ചിഹ്നം മാത്രമായി മാറുകയും അത് അതുവരെ സഞ്ചരിച്ച ഒരു ഗ്രാമ ദേവാലയങ്ങളിൽ സഞ്ചരിച്ച് ഗ്രാമത്തിൽ ജീവിച്ച ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ അടയാളമായി മാറുകയും എല്ലാം ദൈവാനുഗ്രഹമാണെന്ന തിരശീലയിൽ എഴുതി കാണിച്ചുകൊണ്ട് അപ്രത്യക്ഷമായി മാറുന്ന ഒരു ക്രൂശിത രൂപം. അത്തരം ചലച്ചിത്ര സന്നിവേശങ്ങൾ കൊണ്ട്, ബിംബങ്ങൾ കൊണ്ട് ആത്മീയതയുടെ അനന്ത സാധ്യതകൾ തീർക്കുന്നതിലെ അതുല്യ രചയിതാവിൻ്റെ കഴിവ് എപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ള ബ്രസോൺ ഈ ജോവാൻ ഓഫ് ആർക്ക് എന്ന സിനിമയിൽ ഏറ്റവും അവസാനത്തെ രംഗത്തിൽ ജോവാൻ അപ്രത്യക്ഷമാവുകയാണ്. ജോവാൻ ചാരമായി മാറുന്നു. ജോവാൻ എന്ന് പറയുന്ന അതുവരെ ബ്രസോൺ സൃഷ്ടിച്ച അനുഗ്രഹീതയായ നടിയുടെ ചലനങ്ങളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന്, സഞ്ചാരത്തിൽ നിന്ന് ഒക്കെ ആ തിരശീലയിൽ നിന്ന് തന്നെ അവൾ അപ്രത്യക്ഷയാകുന്നു. എന്തിനേറെ പറയാൻ, ആ തിരശീലയിൽ നിന്ന് തന്നെ ദൃശ്യങ്ങൾ തന്നെ ഇല്ലാതാവുന്നു. അവിടെ നിന്നാണ് പുതിയ ഒരു ലോകത്തിലേക്ക്, പുതിയ തലങ്ങളിലേക്ക് ചലച്ചിത്രം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതുവരെ കണ്ട കഥാപാത്രത്തിൻ്റെ തിരോധാനത്തിലൂടെ, ചില സമയങ്ങളിൽ മിഷേ പോലുള്ള സിനിമകളിൽ അവരുടെ മരണത്തിലൂടെ, ജോവാൻ ഓഫ് ആർക്കിൽ ജോവാൻ്റെ മരണത്തിലൂടെ അവർ തിരശീലയിൽ നിന്ന്, കഥയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷരാകുന്നു മരണത്തിലേക്ക്. പക്ഷേ ബ്രസോൺ സിനിമകൾ മരണത്തെ കരുതുന്നത് തിരശീലയിൽ നിന്നുള്ള അവരുടെ അപ്രത്യക്ഷമാവൽ, അവരുടെ തിരോധാനം മനസ്സിലാക്കേണ്ടത് അവരുടെ ഉയർപ്പിലേക്കാണ്. എപ്പോഴും സംഗീതം കൊണ്ട്, ദൃശ്യങ്ങൾ കൊണ്ട് അത്തരം ചിന്തകൾ സൃഷ്ടിക്കാനാണ് ബ്രസോൺ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ട്രാൻസെൻഡൻ്റൽ സ്വഭാവം കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഗോഡ്സ് ഗ്രേസിനെ കുറിച്ചാണ്. ദൈവകൃപ എന്ന സംഗതി വളരെ പ്രസക്തമാണ് ബ്രസോൺ സിനിമകളിൽ എപ്പോഴും. ഓൾ ഈസ് ഗ്രേസ് എന്നുള്ളത് ഡയറി ഓഫ് കൺട്രി പ്രീസ്റ്റിൻ്റെ വളരെ പ്രസക്തമായ ഒരു പ്രസ്താവമാണ്. ഈ ജോവാൻ ഓഫ് ആർക്ക് എന്ന സിനിമയിലും ദൈവകൃപ വളരെ പ്രസക്തമായ ഒരു കാര്യമായി ഉയർന്നു നിൽക്കുന്നു. അതിൻ്റെ ദൈവശാസ്ത്ര ദർശനങ്ങൾ ബ്രസോൺ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിചാരണവേളയിൽ ജോവാനോട് ചോദിക്കുന്നുണ്ട്, നീ ദൈവകൃപയിലാണോ? അവളുടെ മറുപടി ഗംഭീരമായിരുന്നു. അവളുടെ മറുപടിക്കായി അവർ കാത്തു നിൽക്കുകയായിരുന്നു. അവളാണെന്ന് പറഞ്ഞാൽ അഹങ്കാരമാണെന്ന് പറയുന്നതിനും, അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അവളെ വിധി പറയാനും വേണ്ടി കാത്തു നിന്നവരോട് അവൾ പറഞ്ഞത്, ഞാൻ അങ്ങനെയാണെങ്കിൽ ദൈവം എന്നെ സംരക്ഷിക്കട്ടെ, ഇനിയും അല്ലെങ്കിൽ എനിക്ക് ആ കൃപ ദൈവം തരട്ടെ എന്നാണ്. ഇങ്ങനെ ഗംഭീരമായി ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച ഒരു കന്യകയുടെ ജീവിത വഴികളെ വരച്ചു കാട്ടുകയും അവൾ കടന്നുപോയ സഹനങ്ങളിലുടനീളം ദൈവത്തിൻ്റെ കൃപയുണ്ടെന്ന് അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അതിഗംഭീരമായ ചലച്ചിത്ര സംരംഭമാണ് ജോവാൻ ഓഫ് ആർക്ക്. ട്രാൻസെൻഡൻ്റൽ സിനിമയ്ക്ക് ദൈവകൃപയെക്കുറിച്ച് പറയുകയല്ലാതെ മറ്റൊന്നും സാധ്യമാവുകയില്ല എന്ന് പറഞ്ഞത് ട്രാൻസെൻഡൻ്റൽ സ്റ്റൈൽ ഇൻ ഫിലിം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവായ പോൾ ഷ്രാഡറാണ്. ബ്രസോൺ സിനിമകളും ഡ്രയറിൻ്റെയും ഒസുവിൻ്റെയും ഒക്കെ സിനിമകൾ ചേർത്ത് വെച്ചുള്ള വായനയിലാണ് അദ്ദേഹം അത് പറയുന്നത്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ദൗർബല്യത്തെ ബ്രസോൺ നന്നായി അവതരിപ്പിക്കുന്നുണ്ട്. ഒട്ടുമിക്ക സിനിമകളിലും അത് വളരെ വ്യക്തമാണ്. അദ്ദേഹം ശരീരത്തിൻ്റെ ദൗർബല്യത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആത്മാവിൻ്റെ ശക്തിയെ എടുത്തു കാട്ടുന്നതിന് വേണ്ടിയാണ്. അത് ഈ ജോവാൻ ഓഫ് ആർക്ക് എന്ന സിനിമയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ ജോവാൻ്റെ അവസാന രംഗങ്ങളിലേക്ക് വരുമ്പോൾ ചങ്ങലക്കിട്ട കാലുകളിലൂടെ, കൽത്തറയിലൂടെ അവൾ നടന്നു നീങ്ങുന്നത്, അവൾ ഏൽക്കേണ്ടി വരുന്ന സഹനങ്ങൾ, അവളുടെ വിരലുകൾ, അവളുടെ ദുഃഖം ഘനീഭവിച്ച കണ്ണുകൾ, ചോര ഒലിക്കുന്ന കാൽപാദങ്ങൾ, അത് അവൾ നടന്നു നീങ്ങുന്ന വഴി ഒക്കെ ബ്രസോൺ അടയാളപ്പെടുത്തുന്നുണ്ട് അതിഗംഭീരമായി. ഇതൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവൾ പറന്നുയരാൻ, അവൾ നടന്നു നീങ്ങി മുന്നോട്ട് എത്താൻ ശ്രമിക്കുന്ന
അവളെ ദൈവം ഉയർത്തുന്ന വിശുദ്ധിയെക്കുറിച്ച്, അവളുടെ ആത്മാവിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ്. ബ്രസോൺ ചലച്ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് അതിൻ്റെ മിസ്റ്ററി എന്ന സങ്കേതത്തെക്കുറിച്ചാണ്. ബ്രസോൺ സിനിമകളിലെ ആത്മീയ അന്വേഷണം, ഉള്ളിലേക്കുള്ള സഞ്ചാരം. ബ്രസോൺ അതുകൊണ്ട് തന്നെയാണ് ആക്ടേഴ്സിനെ നിഷേധിക്കുന്നത്, നടന്മാരെ നിഷേധിക്കുന്നുണ്ട്. കാരണം അവർ ഇൻറ്റീരിയർ ടു എക്സ്റ്റീരിയർ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. പുറത്തേക്കാണ് അവരുടെ ഭാവങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നത്. ഉള്ളിലേക്ക് സഞ്ചരിക്കുന്ന മോഡൽസിനെയാണ് സിനിമയ്ക്ക് ആവശ്യമെന്നാണ് ബ്രസോൺ പറയുന്നത്. അതുകൊണ്ട് തന്നെ നടന്മാരെ സിനിമയിൽ നിന്ന് അദ്ദേഹം പുറത്താക്കി, അല്ലെങ്കിൽ നടന്മാരുടെ ആവശ്യം സിനിമയിലില്ല എന്ന് വിശ്വസിച്ചിരുന്ന കലാകാരന്മാരിൽ, രചയിതാക്കളിൽ ഒരാളായിരുന്നു റോബർട്ട് ബ്രസോൺ. ഏറ്റവും ആദ്യം ജോവന ഫാർക്ക് എന്ന സിനിമയെക്കുറിച്ച്, ട്രാൻസെൻഡൻ്റൽ സിനിമയെക്കുറിച്ച് കേൾക്കാനിടയായത് ജോൺ ശങ്കരമംഗലം എന്ന അനുഗ്രഹീതനായ അധ്യാപകനിൽ നിന്ന്, അതുപോലെ തന്നെ കവിയൂർ ശിവപ്രസാദ് സാറിൽ നിന്ന്. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ഇത്തരം സിനിമകളുടെ ദൈവശാസ്ത്ര ദർശനങ്ങളും കത്തോലിക്ക സഭ എത്രമാത്രം ഇത്തരം സിനിമകളെ ഗൗരവമായി പരിഗണിക്കുന്നു, അവയിലെ ദൈവശാസ്ത്ര ദർശനങ്ങളെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കി തന്ന ദാരിയോ എഡ്വാർഡോ വിഗനോ എന്ന അധ്യാപകനിൽ നിന്ന്. ഇവരെയൊക്കെ ഈ സമയം ഓർക്കുന്നു. അവർ പറഞ്ഞു തന്നതിനപ്പുറം, അവർ കാണിച്ചു തന്ന ലോകത്തിനപ്പുറം ഇപ്പോഴും പുതിയതായി ഒന്നും തന്നെ പറയാനില്ല. പക്ഷേ അവർ പറഞ്ഞ ഇത്തരം ദൈവശാസ്ത്ര ദർശനങ്ങളെ നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യുകയും അത് നമ്മുടെ സിനിമാ ചർച്ചകൾ, ചലച്ചിത്ര പഠനങ്ങളിൽ, ചലച്ചിത്ര സാക്ഷരതയിലേക്ക് നമ്മളെ വളർത്തുന്ന ചർച്ചകളിൽ എപ്പോഴും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. റോബർട്ട് ബ്രസോണിൻ്റെ ജോവന ഫാർക്ക് എന്ന സിനിമയെക്കുറിച്ചായിരുന്നു നാം ഇതുവരെ ചർച്ച ചെയ്തത്. ഇത്തരം ദൈവശാസ്ത്ര ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ദൈവാന്വേഷണത്തിൻ്റെ ഇത്തരം കലാമുഹൂർത്തങ്ങളെ വായിച്ചെടുക്കാൻ ഇനിയും ധാരാളം സിനിമകൾ ബാക്കി നിൽക്കുന്നു. അത്തരം അന്വേഷണങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നന്ദി.